നമസ്കാരം. ആദ്യം ഞാനൊരു വീഡിയോ കാണിക്കാം. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും. എല്ലാ വിഷുവിനും ദീപാവലിക്കും ഒക്കെ നിരന്തരം നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ വാളിലേക്ക് അത് വരും. അങ്ങനെ ഒരു വീഡിയോ മലയാളികൾ ഒരു പരിധിവരെ, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു പരിധിവരെ മലയാളികളെല്ലാം ചിരിച്ച ആ രംഗം നമ്മൾ കണ്ടുകൊണ്ട് ഒന്ന് തുടങ്ങാം. ഇത് ഒറിജിനൽ ജീവിതത്തിലെ ഒരു രംഗമാണ്. എല്ലാ വിഷുവിനും ദീപാവലിക്കുമൊക്കെ നമ്മളെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ആവർത്തിച്ചു വരുന്ന ഒരു ചിത്രം. അത് കേട്ട് ഒരാചാരം പോലെ നമ്മൾ ചിരിക്കും. ഒരച്ഛൻ വിഷുവിനോ ദീപാവലിക്കോ മക്കൾക്ക് വേണ്ടി പടക്കം പൊട്ടിക്കുകയാണ്. തീ കൊളുത്തി പിന്നോട്ട് ഓടുമ്പോൾ അയാൾ ആ റോഡിൽ വീഴും. പടക്കം അപ്പുറത്ത് പൊട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ആ വീഴ്ചയിൽ ചിരിക്കും. ആ വീഴ്ച കനത്ത ഒരു വീഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് നേരെ സ്വന്തം വീടിൻ്റെ ഗേറ്റിനകത്തേക്ക് പോവുകയാണ്. ഇപ്പുറത്തിരുന്ന് കുട്ടികൾ ചിരിക്കുകയും ചെയ്യും. അവിടെ പശ്ചാത്തലത്തിൽ ഒരു KV തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡൊക്കെ ഉണ്ട്. അപ്പം കൊച്ചിയിൽ എവിടെയോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇത് നേരിട്ട് കണ്ടു നിന്നവരും ഇപ്പം നമ്മൾ വാട്സപ്പിലും മറ്റും വീഡിയോ കാണുമ്പോൾ ആണല്ലോ ചിരിക്കുക. നേരിട്ട് കണ്ടു നിന്നവരും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും ഒക്കെ ചിരിച്ച് കാണുമോ? അതെന്തായാലും നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മനുഷ്യൻ, അത് അച്ഛനായാലും അമ്മയായാലും ആരായാലും, സ്വന്തം ശരീരത്തിന് വേദന ഉണ്ടാകും വിധം വീണു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ചിരി വരേണ്ടതല്ല. എന്നാൽ നമ്മളെല്ലാവരും ചിരിച്ചു. സാമൂഹ്യ മാധ്യമത്തിൻ്റെ ചിരി സാധ്യതയിൽ നമുക്ക് മറ്റൊന്നും ആലോചിക്കാനും പറ്റില്ല. എന്നാൽ ഇത്ര കാലം ഓരോ വർഷവും നമ്മൾ ചിരിച്ച ആ ചിരി ഒരു കുറ്റകൃത്യമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ആദ്യം കാണിച്ചത്. വാഴ 2 എന്ന സിനിമയിലെ ഒരു രംഗം. സാധാരണ വൈറൽ രംഗങ്ങളിൽ, സിനിമകളിൽ കോമഡികൾക്ക് വേണ്ടി ആവർത്തിച്ച് ചിത്രീകരിക്കാറുള്ള ചില അനുഭവം നമുക്ക് മുമ്പുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ട്രോളുകൾ അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കും. അത് നമുക്ക് ശീലവുമാണ്. എന്നാൽ വാഴയിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ബിജുക്കുട്ടനൊരു നമ്മൾ കണ്ട വീഡിയോയിൽ അച്ഛനായി അദ്ദേഹത്തിൻ്റെ കോമഡി നമ്മളെ ചിരിപ്പിച്ചതിനൊപ്പം അദ്ദേഹം ഒരു ഗംഭീര നടനാണെന്ന് ബോധ്യപ്പെടുത്തിയാണ്. പക്ഷേ ഈ വാഴയിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു വൈകാരിക സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു. ആ വീഴ്ചയിൽ നമ്മളെപ്പോലെ അവിടെ കൂടി നിന്ന കുട്ടികളെല്ലാവരും ചിരിച്ചു. ആ കുട്ടികളിൽ ഒരാൾ ഒഴികെ. തങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച അച്ഛൻ മേലാകെ നോവും വിധം വീണുപോയ കാഴ്ച വേദനിപ്പിച്ച ഒരു മകൻ ഒഴികെ. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ അച്ഛൻ്റെ കണ്ണിൽ ആഹ്ലാദ കണ്ണീർ ഒഴുകി. അത് വേദനയുടേതായിരുന്നില്ല ശരിക്കും. മക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പീഡ മകൻ തിരിച്ചറിഞ്ഞല്ലോ എന്ന ആഹ്ലാദം കണ്ടു നിന്ന് നമ്മുടെ ഉള്ളം ഉലച്ചു കളഞ്ഞൊരു രംഗമാണ്. സവിൻ സായും ബിപിൻ ദാസും ചേർന്ന് ഇത്രകാലം വാട്സപ്പിൽ കണ്ടു ചിരിച്ച നമ്മുടെ ആ കുറ്റകൃത്യത്തിനുള്ള പാപ പരിഹാരം ചെയ്യിക്കുകയായിരുന്നു ആ കരച്ചിലൂടെ. ഇനി ഒരുപക്ഷെ ആ രംഗം അടുത്ത വിഷുവിന് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച് കാണുമ്പോൾ, നമ്മുടെ ഫോണിൽ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനാകില്ല. അത്ര ആർദ്രമായി ബിജുക്കുട്ടൻ്റെ കരച്ചിൽ നമ്മളെ ഒലച്ചു കളഞ്ഞു. വാഴ 2 ഞാൻ ആദ്യ ദിവസം തന്നെ കണ്ട സിനിമയാണ്. പക്ഷെ ഇപ്പോഴും ആ രംഗം ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോയിലൂടെ അതൊന്ന് പങ്കുവെക്കാം എന്ന് കരുതിയത്. ഒരു വിഷുക്കാലം കൂടി കടന്നു വരുമ്പോൾ വിനായകൻ്റെ അച്ഛൻ ബിജുക്കുട്ടൻ്റെ കണ്ണീർ ഒരു കുറ്റബോധമായി ഉള്ളിൽ നിൽക്കും. ആദ്യ വാഴയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാം വാഴ. ചില തീപ്പൊരികൾ ആ സിനിമ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട്. ജെൻസി ജീവിതത്തെ മുൻനിർത്തി മുഖ്യധാര സാഹചര്യത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുന്ന സിനിമയാണ് വാഴ 2. സാധാരണ ജീവിതവും ഒരു പുതുതലമുറ ജീവിതവും ഇഴചേർന്നിരിക്കുന്ന പോയിന്റിലേക്ക് സവിൻസയും ബിപിൻദാസും സംഘവും നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടേക്ക് അനിവാര്യ വസ്തുതകളായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കടന്നു വരികയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളിലെ അരാഷ്ട്രീയത അവർ പൊളിച്ചടുക്കുകയാണ്. അതിലൊന്നാണ് ബിജുക്കുട്ടൻ്റെ കണ്ണീരണിയിച്ച കഥാപാത്രത്തോട് നാം ഇത്രകാലം കാണിച്ച അനീതി. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ നിരന്തരം സംസാരിക്കും. പക്ഷേ അനുഭവങ്ങളിൽ നിന്നാണ് അത് രൂപപ്പെടേണ്ടത് എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അത് സൈദ്ധാന്തികമായി രൂപപ്പെടേണ്ടതല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അത് ഇത്തരം അനുഭവങ്ങളിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അത് ഭിന്നശേഷിക്കാരൻ്റെ കോമഡി ആയാലും, സ്ത്രീകൾക്കെതിരായ കോമഡി ആയാലും, ഇനി ഏത് വിഭാഗത്തിൽപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ കോമഡി ആയാലും, വർഗരാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തതകളിൽ നിന്നുള്ള കോമഡി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അത് അടിസ്ഥാന വർഗത്തിനെതിരായാലും ഉന്നത വർഗവുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കീഴേക്ക് നോക്കുമ്പോൾ തോന്നുന്ന കോമഡി ആയാലും ഒക്കെ അങ്ങനെ അനുഭവത്തിൽ നിന്ന് വരേണ്ടതാണ്. അല്ലാതെ അത് ഒരു ചിത്രം വരച്ച് ഒരു തിയറി പഠിച്ച് ഉണ്ടാക്കേണ്ടതല്ല എന്ന് ഈ അനുഭവം നമ്മളെ തിരിച്ചറിവ് ഉണ്ടാക്കും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചകൾ ആ കാഴ്ച മാത്രമായിട്ടല്ല
എന്നും അതിനുള്ളിൽ മറ്റൊരു കാഴ്ചയുണ്ട്, പശ്ചാത്തലമുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് വാഴ 2 മുന്നോട്ട് വെക്കുകയാണ്. സ്കൂളിലെ ഉഴപ്പരായ കുട്ടികളുടെ കഥ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നന്മയിൽ പൊതിഞ്ഞ് അധ്യാപകരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടും ഉണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്നത് സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന ചർച്ച എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം, അതിൽ രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, സമ്പത്തുണ്ട്, അത്തരം ഘടകങ്ങളുടെ എല്ലാം സമ്മർദ്ദം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. രക്ഷിതാക്കളുടെ സമ്മർദ്ദമായും അധ്യാപകരുടെ ഭീതിപ്പെടുത്തുന്ന നോട്ടമായും റോഡരികിലെ അമ്മാവന്മാരുടെ സമ്മർദ്ദമായും ഒക്കെ അവരിലേക്ക് അത് പടരുകയാണ്. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് കൗമാരവും യൗവനവും എത്തുന്നു. ഇവിടുത്തെ അന്തരീക്ഷത്തിലെ പലവിധ സമ്മർദ്ദങ്ങളുടെ തുടർച്ചയാണ് അത്. തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നവരുടെ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. രാഷ്ട്രീയക്കാർ എല്ലാ ദിവസവും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ അവർക്ക് ഇവിടത്തേക്കാൾ മെച്ചപ്പെട്ട എന്ത് ജീവിതമാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനമാണല്ലോ. GCC രാജ്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളിലും ഒക്കെ പോയി കഷ്ടപ്പെടുമ്പോഴും ജീവിച്ചു വളർന്ന അടിസ്ഥാന ജീവിതം രൂപപ്പെടുത്തിയെടുത്ത മണ്ണിൽ നിന്ന് സാധ്യമാകുമായിരുന്ന വലിയൊരു ജീവിതം അവിടെ നിന്ന് നഷ്ടപ്പെടുത്തുന്നുണ്ട് അവർ അങ്ങോട്ട് പോകുമ്പോൾ. അതാരാണ് നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നത്? നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ, സാമൂഹ്യ നേതൃത്വങ്ങൾ തന്നെ. ഈ നാട്ടിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് ഒരു യുവാവ് വിചാരിക്കുന്നിടത്തേക്ക് അവരെ എത്തിക്കുകയാണ് അവരുടെ അനുഭവം. ലഹരി ഉപയോഗത്തിന് കൂട്ടുകാരായ 4 കഥാപാത്രങ്ങളും പിടിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു രംഗമുണ്ട് വാഴ 2-ൽ. ലഹരി ഉപയോഗം കൗമാരക്കാരിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സാമൂഹ്യ നേതൃത്വവും എടുക്കുന്ന നിലപാടുകളിലെ കാപട്യം ചോദ്യം ചെയ്യുന്നുണ്ട് സിനിമ. അൽഫോൺസ് പുത്രൻ്റെ കഥാപാത്രം സ്കൂളിൽ വിളിച്ചു ചേർക്കുന്ന ഒരു പോലീസ് കഥാപാത്രം, സ്കൂളിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിലെ ചർച്ച കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് നൽകാതെ, തുറന്ന് സംസാരിക്കാനും ആഹ്ലാദിക്കാനുമുള്ള അന്തരീക്ഷം നൽകാതെ അടച്ചിട്ട കൂട്ടിൽ വളർത്തുമ്പോൾ അവർ അവരവരുടെ ലോകത്ത് ലഹരി തേടി പോകുന്നു. മതവിശ്വാസത്തിനായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അവരെന്താ പ്രാർത്ഥിക്കാത്തത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും. അതായത് സ്കൂളിൽ സർക്കാർ നിബന്ധനകൾ അനുസരിച്ചുള്ള ഗ്രൗണ്ടുണ്ട്, എന്നാൽ കുട്ടികളെ ഗ്രൗണ്ടിൽ കളിക്കാൻ വിടൂല. കാരണം ഗ്രൗണ്ടിൽ നിറയെ സ്കൂൾ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി സമയം കിട്ടിയാലൊന്ന് കളിച്ചാലോ ഉഴപ്പന്മാരായി ചിത്രീകരിച്ച് എപ്പോഴും കളി എന്നെന്ന് അധ്യാപകർ പറഞ്ഞു ഓടിക്കും. ഒഴിവ് സമയത്ത് കുട്ടികൾ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞാലോ അത് അവിഹിതമായി, ചാപ്പകുത്തലായി, ഇനി അതും അല്ലെങ്കിൽ പോക്കാണ് മോനെ എന്ന ചിത്രീകരണമായി. അവരുടെ ആഹ്ലാദങ്ങൾക്ക് അപ്പോഴും വിലക്കാണ് എപ്പോഴും. അത് ഒന്ന് ഒതുങ്ങിയിരുന്ന് കുത്തനെ നോക്കി 24 മണിക്കൂറും പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മാനദണ്ഡം. അപ്പോൾ അവർ കിട്ടുന്ന ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കാവുന്ന ലഹരിയിലേക്ക് സമയം ചെലവഴിക്കുകയാണ്. അതാണ് സമ്മർദ്ദങ്ങളുടെ ഒരു കാരണം. പലവിധ കാരണങ്ങളുണ്ട് കേട്ടോ. ഇത് തന്നെ മാത്രമല്ല, നമ്മളെല്ലാം പരിശോധിക്കുന്ന കാരണങ്ങളാണല്ലോ, എല്ലാം പരിശോധിച്ച് വിലയിരുത്തുക എന്നുള്ളതാണല്ലോ. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? അത് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നൊരു മറുപടി ഉണ്ട്. ഞങ്ങൾ നല്ലോണം അവരെ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി, അവനൊരിക്കലും ഗുണം പിടിക്കില്ല, നന്നാവില്ല, അവൻ തന്നെയാണ് ഉത്തരവാദി എന്ന്. എന്താണ് സൗകര്യം? അത് ഈ സിനിമയിലെ ഈ രംഗത്തിൽ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ട്, അതുപോലെ സ്കൂളിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാനാണെങ്കിൽ സ്കൂളിൽ വരണ്ടല്ലോ, ആരാധനാലയങ്ങളിൽ പോയാൽ പോരെ, പള്ളിയിലും ഒക്കെ പോയാൽ പോരെ, അമ്പലത്തിലൊക്കെ പോയ പോലെ. സ്കൂളിൽ പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് മതവും വിശ്വാസവും ഒക്കെ അതിൻ്റെ ധാർമ്മികതകൾ കുത്തിക്കയറ്റി അവരുടെ ആഹ്ലാദങ്ങൾക്ക് പൂട്ടിട്ട് അവരെ ലഹരി തേടി പോകുന്നവരാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ് എന്ന് അൽഫോൺസ് പുത്രൻ്റെ പോലീസ് കഥാപാത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും മതം, ദൈവം, ദൈവവിരോധം, പ്രാർത്ഥന, വിശുദ്ധി ഒക്കെ പറഞ്ഞ് അമ്മാമൻ തലമുറ കുട്ടികളെ അടക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ ബോധം അതിനെ മറികടന്ന് ഉള്ളിൽ വളരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രംഗം. ആ രംഗത്തെ ഡയലോഗുകൾക്ക് കിട്ടുന്ന തിയേറ്ററിലെ കയ്യടി ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. ഒരിക്കൽ ഒരു കുറ്റകൃത്യം പിടിക്കപ്പെട്ടാൽ പിന്നെ ഓരോരുത്തരെ കുറിച്ചുള്ള ചാപ്പകുത്തൽ പിന്നെ പറയുകയേ വേണ്ട. ജീവിതകാലം മുഴുവൻ അവർ കുറ്റക്കാരാണ്. അതിനെ അതിജീവിക്കാനുള്ള പാടാണ് ജീവിതം. അങ്ങനെ പലവിധ അതൃപ്തികളിലേക്ക് യൗവനം കടന്നു ചെല്ലുന്നു. അതിനെല്ലാം ഒരു മാർഗം നാടുവിടുക എന്നതാണ്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന യുവാക്കളുടെ ജീവിതവും അവരെ നേരെ നിർത്താൻ പെടാപ്പാട് വിടുന്ന രക്ഷിതാക്കളടക്കമുള്ള മനുഷ്യരുടെ സംഘർഷങ്ങളും വാഴ 2 മനോഹരമായി കൈകാര്യം ചെയ്തു. കേരളത്തിൽ നിന്ന് നാട് വിട്ടാൽ എന്താണ് സ്ഥിതി? യൂറോപ്പിലാണ് പലരുടെയും സ്വപ്നം കിടക്കുന്നത്. കേരളത്തിൽ പ്രചരിക്കുന്ന മനോഹരമായ പരസ്യ ചിത്രങ്ങളിലൊക്കെ ലയിച്ച് യുവത്വം അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. വാഴയിലും അലലും വിനായകും UK പോകാൻ ആഗ്രഹിക്കുകയും പോകുകയും ചെയ്യുന്നത്. അവരുടെ പിന്നാലെ UK സ്വപ്നം കണ്ട് ബാക്കി 2 കൂട്ടുകാർ ഇവിടെ കിടക്കുന്നുണ്ട്. അതിലൊരാൾ ഗൾഫിലേക്ക് പോയി, ഹാഷിർ മാത്രം നാട്ടിൽ ബാക്കിയായി. യൂറോപ്പിലേക്ക് പ്രലോഭനങ്ങൾക്കൊടുവിൽ എത്തപ്പെടുമ്പോൾ എന്താണ് അവസ്ഥ? അത് വാഴ 2 കാണിച്ചു തരുന്നുണ്ട്. ഭൂരിഭാഗം പേരും കടന്നു പോകുന്ന വഴികൾ ദുരിതപൂർണ്ണമാണ്. ഏജൻസികളുടെ പഠനവും ജോലിയും എന്നൊക്കെയുള്ള പ്രലോഭനങ്ങളിലൂടെ അവിടെ എത്തുമ്പോൾ കാര്യങ്ങളത്ര സ്മൂത്ത് അല്ല എന്ന് സിനിമ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ വാർത്തകളിലൂടെയൊക്കെ അത് കാണുന്നുമുണ്ട്. അവിടെ പോയാൽ എന്താണ് സ്ഥിതി? വലിയ യൂണിവേഴ്സിറ്റികളുടെ പേരിലൊക്കെ പഠിക്കാനും ജോലിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെ എത്തിക്കുക.
എന്നുള്ളത് സമീപകാലത്ത് പല വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തരത്തിലുള്ള ആടുജീവിതം നയിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ അവിടെ എത്തുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ജോലിയൊക്കെ ആയാലോ, എന്താണ് സാമൂഹ്യ സാഹചര്യം? ഒരു പനി വന്നാൽ കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകാം. യൂറോപ്പിലെ സ്ഥിതി എന്താണ്? പാതിരാത്രി പനി വന്നു കുടുങ്ങിയ വിനായകൻ്റെ അവസ്ഥ സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട്. മരുന്നിനായി പെടാപ്പാട് വിടുന്ന കൂട്ടുകാരൻ അലൻ്റെ. ഇതൊരു വസ്തുതയായിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് യൂറോപ്യനോ അതിന് മുകളിലോ നിലവാരമുണ്ട് എന്നൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പറയുമ്പോൾ അയാളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിലർ പറയുന്നത്. ആരെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വാഴയിലെ ഈ നേർചിത്രം കൂടി കണ്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ കേരളം ആകെ സ്വർഗമാണ് എന്നല്ല, അതല്ല യാഥാർത്ഥ്യം. എന്നാൽ ഇങ്ങനെയുള്ള വസ്തുതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാഴയുടെ ആകെ ഉള്ളടക്കവും. പുതിയ തലമുറ ഇവിടുത്തെ പാരമ്പര്യ രീതികളുടെ പിന്തിരിപ്പൻ കാഴ്ചകളുമായി കനത്ത സംഘർഷത്തിലാണ്. അവർ പ്രത്യക്ഷത്തിൽ ഇതെല്ലാം അനുഭവിച്ച് മൂത്രപ്പുരകളിൽ അവരുടെ വൈകാരിക വിക്ഷോഭങ്ങൾ രേഖപ്പെടുത്തുന്നു. അൽഫോൺസ് പുത്രൻ്റെ കഥാപാത്രം ഒരു കേസന്വേഷണത്തിനായി സ്കൂളിലെ മൂത്രപ്പുരയിൽ കയറി നൊസ്റ്റാൾജിക് എന്തുമാത്രം ഗൃഹാതുരമാണ് എന്ന് പറയുന്നുണ്ട്. മൂത്രപ്പുരയിൽ ഇങ്ങനെ എഴുതി വെച്ചതൊക്കെ കണ്ടിട്ട് അവിടെ ഉണ്ട് അവരുടെ മനസ്സ്. അത്രമാത്രം രോഷവും ആഹ്ലാദവും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എഴുത്ത് അവിടെയുണ്ട്. അവിടെ അവരുടെ എല്ലാം ആ മതിലിൽ എഴുതി വെച്ചത് അൽഫോൺസ് പുത്രൻ്റെ കഥാപാത്രം വായിക്കുന്നുണ്ട്. ഇന്നത്തെ സ്കൂളുകളിലെ മൂത്രപ്പുരകളിൽ അതുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള മൂത്രപ്പുരകളുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതൊരു ടൂളായിട്ട് എല്ലാ കാലത്തും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇതിനു മുമ്പുള്ള കാലത്തൊക്കെ കടന്നു വന്നതുകൊണ്ട് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നതിൽ അങ്ങനെ അനൗചിത്യമില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്തായാലും അധ്യാപനത്തിൻ്റെയും രക്ഷാകർതൃത്വത്തിൻ്റെയും ആധിപത്യ ഭാവങ്ങളോട് ഈ കുട്ടികൾ കലഹിക്കുകയാണ്. ഒടുക്കം തിരിച്ചറിവുകളുടെ ലോകത്തേക്ക് നമ്മളെ എത്തിക്കാനും വാഴ 2 അവരിലൂടെ കഴിയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിൽ കണ്ടുശീലിച്ച ജീവിതങ്ങളല്ല വാഴ 2 അടയാളപ്പെടുന്നത്. പളപളപ്പിൻ്റെ ഭാവങ്ങളെയല്ല, ഇസ്തിരിയിട്ട കുപ്പായങ്ങളല്ല. പക്ഷേ അതതിടങ്ങളിലെ ഒരു അധോതലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അടുത്തിട്ട് ജീവിതം അത് അന്വേഷിച്ചു പോവുകയാണ് വാഴ. അത് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ ജീവിതം തന്നെയാണ്. സീരിയലുകളിലെയും സിനിമകളിലെയും മായിക ഭാവങ്ങളുടെ പ്രത്യക്ഷ കാഴ്ചകൾക്ക് അപ്പുറത്ത് ആ സമൂഹത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്ന ഒരു തലമാണ് ഇത്തരം ജീവിതങ്ങളുടെ തലം. അതിനോട് നമുക്ക് ഉള്ള സ്ഥായി ഭാവമാണ് തുടക്കത്തിൽ പറഞ്ഞ വെടിക്ക് തീക്കൊളുത്തി ഓടിയ അച്ഛനോട് നമ്മൾ കാണിച്ചത്. ആ കാഴ്ചപ്പാടിന് മേലുള്ള തിരുത്താണ് വാഴ 2. അമ്മാമൻ കണ്ണട വെച്ച് നമ്മുടെ സമൂഹത്തെ അളന്ന് തിട്ടപ്പെടുത്തി അധികാരം സ്ഥാപിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങുന്നവർ അവർക്ക് മുന്നിലേക്ക് ഒരു ജെൻസി മൂല്യങ്ങളുടെ കണ്ണട വെച്ചു കൊടുക്കുകയാണ് വാഴ 2 ചെയ്യുന്നത്. എക്കാലത്തും അനിവാര്യമായ മാനുഷികതയുടെ അളവുകളിൽ തന്നെ നിന്നുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. സിനിമയിലെ ഗംഭീരമായ പ്രകടനങ്ങൾക്കൊപ്പം ഈ തീം കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരികയും നിലവിലെ സാമൂഹ്യ സാഹചര്യം എന്താണ് എന്ന് തിരിച്ചറിവിനെ നമ്മളെ പ്രേരിപ്പിക്കുകയും ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നതിന് നിങ്ങൾക്ക് പ്രേരക ശക്തിയായി നിൽക്കുകയും ചെയ്യുന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. വാഴ 2 അങ്ങനെ ഒരു ഉദാത്തമായ സിനിമ സങ്കല്പത്തിൽ നെയ്തെടുത്ത സിനിമയാണ് എന്ന് പറയാനല്ല ഞാൻ വന്നത്. പക്ഷേ ഒരു സാധാരണ ജീവിതത്തെ തൊടുന്ന അനുഭവങ്ങൾ, തിരിച്ചറിവുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഒക്കെ അവർ നമുക്ക് മുന്നിലേക്ക് ഈ സിനിമയിലൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആഹ്ലാദകരമായ കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.